ഒരുപാട് പുത്തൻ സ്റ്റോക്കുകളാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ആ അറ്റം വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വാഹനങ്ങൾ പുതുതായിട്ട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. മന്ദൻഡിൽ ഒരുപാട് കിടിലൻ ഓഫറുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പുത്തൻ സ്റ്റോക്കുകളുടെ ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു അടിപൊളി സിയാസൊക്കെ വന്നിട്ടുണ്ട്. 2017 മോഡൽ സിയാസ് ഡെൽറ്റ വേരിയൻ്റ് വാഹനം 1,10,000 കിലോമീറ്ററിലെ സെക്കൻഡ് ഓണർഷിപ്പിൽ വെക്കുന്ന KL 25 പുനലൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഡീസൽ എഞ്ചിൻ ഹൈബ്രിഡ് എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. 22 സെമി ഹൈബ്രിഡ് എഞ്ചിനാണ്. 22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു അടിപൊളി ഡീസൽ എഞ്ചിനിൽ നിന്ന് വാഹനം സ്വന്തമാക്കാം. 5,90,000 രൂപ. 5,90,000 നിങ്ങൾക്ക് ഫുൾ ലോൺ അവൈലബിൾ ആണ്. 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനമാണ്. ഏകദേശം EMI വരുന്നതിൽ 12 to 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം ലോങ് ഡ്രൈവിൽ മൈലേജ് പ്രശ്നമുള്ളവർക്ക്, ഫീച്ചേഴ്സും വേണം മൈലേജും വേണം എങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനമാണിത്. 2017 മോഡൽ വരുന്ന CNG അഡീഷണൽ ചെയ്തിട്ടുള്ള പെട്രോൾ ബലേനോ. സിംഗിൾ ഓണർഷിപ്പിൽ 54,000 കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. കമ്പനി ഫിറ്റിംഗ് അല്ല, അഡീഷണലി CNG ആഡ് ചെയ്തിട്ടുണ്ട്. CNG ആഡ് ചെയ്തുകൊണ്ട് 20 to 25 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണിത്. അൽഫ എന്നുള്ള വേരിയൻ്റാണ്. അൽഫ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, ഓട്ടോ ക്ലൈമറ്റ്, AC തുടങ്ങിയിട്ടുള്ള ബാക്ക് വൈപ്പർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യപ്പെട്ട പരിക്ക്, ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വാഹനം. CNG ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഡിക്കി സ്പേസ് കുറവായിരിക്കും. കാരണം ഡിക്കിയിൽ CNGയുടെ സിലിണ്ടർ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു സ്പേസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ 20 to 25 കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണിത്. ഈ വാഹനം സ്വന്തമാക്കാം 6 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 5,25 വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. ഏകദേശം 5 വർഷത്തേക്കാണ് ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരും. നമ്മുടെ അടുത്ത വാഹനം ഫോർഡിൻ്റെ ഒരു ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഫോർഡ് എക്കോസ്പോർട്ട് 2014 മോഡൽ വരുന്ന ടൈറ്റാനിയം എന്നുള്ള വേണ്ടി വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 97,000 കിലോമീറ്ററിലെ KL 04 ആലപ്പുഴ രജിസ്ട്രേഷനിൽ വരുന്നൊരു വാഹനം. ഒരു വെറൈറ്റി കളറിൽ വരുന്നൊരു വാഹനം കൂടിയാണ് ഇത്. ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഡീസൽ ആയതുകൊണ്ട് തന്നെ 20-22 കിലോമീറ്റർ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണിത്. വാഹനത്തിൻ്റെ വില വരുന്നത് 4,65,000 രൂപ. ഏകദേശം ഒരു 4 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 4 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഒരു 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു സെഡാൻ വാഹനമാണ്. മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ 2018 മോഡൽ എന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. VXI എന്നുള്ള വേരിയൻ്റാണ്. സെഡാൻ വാഹനമാണ്. പിന്നെ ഡിക്കി സ്പേസ്, അത്യാവശ്യം ഡിക്കി സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VXI എന്നുള്ള വേരിയൻ്റ് മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, പിന്നെ ഫോഗ് ലാമ്പ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു VXI എന്നുള്ള വേരിയൻ്റിനകത്ത് വരുന്നത്. വെറും 10,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 5 വർഷം കൊണ്ട് അത്രയും ലോ കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,65,000 രൂപക്ക്. ഏകദേശം 5 ലക്ഷം വരെ ഇതിനകത്തും ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ന്യൂ ഷേപ്പിൽ വരുന്നൊരു വാഗണറാണ്. അതും 2020 മോഡൽ വരുന്ന വാഗണർ LXA വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 77 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. LXA ആകുമ്പോൾ ബേസ് ഓപ്ഷനാണ് വരുന്നത്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ഫീച്ചറാണ് വരുന്നത്. അഡീഷണലി നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഒക്കെ അതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. ന്യൂ ഷേപ്പ് വാഗണർ ഒത്തിരി പേര് ആവശ്യക്കാരുണ്ട്. കാരണം ചില അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ, ഇൻറ്റീരിയർ സ്പേസ് കാര്യങ്ങൾ, ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ന്യൂ ഷേപ്പ് വാഗണർ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില വരുന്നത് 4,85,000 രൂപയാണ് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഏകദേശം ഒരു 4 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം EMI വരുന്നത് 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു വാഗണർ ഓട്ടോമാറ്റിക് വാഹനമാണ്. 2016 മോഡൽ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിന്ന് VXI എന്നുള്ള വേരിയൻ്റ് വാഹനം. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയി അപാകത കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന AMT ഗിയർ ബോക്സിൽ നിന്ന് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഒരു 16-17 റേഞ്ചിൽ മൈലേജ് ലഭിക്കുന്ന 1000 CC വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്തും ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ വില വരുന്നത് 4,35,000 രൂപയാണ് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഏകദേശം ഒരു 3,75-3,80 വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസക്കാലയോടുകൂടി. ഏകദേശം ഒരു 9 സംതിങ് വെച്ചിട്ടാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ ഒരു ജനപ്രീതി നേടിയൊരു വാഹനമാണ്. മാരുതി സുസുക്കി റിഡ്സ് 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ VDI വേണ്ടിയിരുന്ന വാഹനം. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള KL 02 കൊല്ലം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി വാഹനത്തിന് എല്ലാ ഭാഗങ്ങളിലും, ബോഡി ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു 17-18 റേഞ്ചിൽ നമുക്ക് മൈലേജും ലഭിക്കുന്ന മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം കൊണ്ടുള്ള നല്ല അടിപൊളി വാഹനമാണ് മാരുതി സുസുക്കിയുടെ റിഡ്സ് എന്നുള്ള VDI വേണ്ടിയിരുന്ന ഈ വാഹനം. ഈ വാഹനം സ്വന്തമാക്കാം 2,65,000 രൂപക്ക്. ഒരു 2 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. 2 വർഷത്തെ മാസക്കാലയളവോട് കൂടി. ഏകദേശം ഒരു 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം റിനോൾട്ടിൻ്റെ കൈഗറാണ്. അതും 2022 മോഡൽ വരുന്ന RXT ഓപ്ഷനിൽ നിന്നാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡുവൽ ടോണിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. സിൽവറും ബ്ലാക്കും വരുന്ന കളറാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. RXT ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മിഡിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ് RXT ഓപ്ഷനിൽ വരുന്നത്.
അലോയ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. RXT ഓപ്ഷണൽ ആയതുകൊണ്ട് അലോയ്സ് വരുന്നുണ്ട്. പിന്നെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. സീറ്റ് ഓവർ ഡിസ്പ്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കും. അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന നല്ലൊരു യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു വാഹനമാണ് റിനോൾട്ടിൻ്റെ കൈഗർ എന്നുള്ള ഈ ഒരു വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,70,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. അതിനകത്ത് 6 ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം ലഭിക്കും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം ഒരു 13 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI ആയിരിക്കും. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടൈൻ്റെ മറ്റൊരു ഹാച്ച് ബാക്ക് വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഹ്യൂണ്ടൈ i20 2012 മോഡൽ മാഗ്ന വേരിയന്റ് വാഹനം. ഒരു കിഡിലൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ലുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ടയറിന് കുറച്ചൊരു വീതി കൂടുതലുണ്ട്. പക്ഷേ വാഹനം കാണാൻ സൈഡ് പ്രൊഫൈലിൽ കാണാൻ അടിപൊളി വേറെ ലുക്കിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. ഡുവൽ ടോണിലേക്ക് വന്നിട്ടുണ്ട്. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. മാഗ്നാണെങ്കിലും അത്യാവശ്യത്തിലധികം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. നല്ല കിട്ടുന്ന സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പൈനിയറിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു 15-14 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനമാണ്. 2012 മോഡൽ നിൽക്കുന്ന i20 മാഗ്ന വേണ്ടിയിരുന്ന ഈ വാഹനം സ്വന്തമാക്കാം 2,60,000 രൂപയ്ക്ക്. ഇതിനകത്ത് നമുക്കൊരു 2-2.10 വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. 2 അല്ലെങ്കിൽ 3 വർഷത്തെ മാസക്കാലയളവോട് കൂടി. ഏകദേശം 7,500-8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI ആയിരിക്കും. നമ്മുടെ അടുത്ത വാഹനം ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ് സെലേരിയോ 2018 മോഡൽ VXA വേണ്ടിയിരുന്ന വാഹനം. ഒരു വെറൈറ്റി സെലേരിയോ വെറൈറ്റി കളർ വരുന്ന ഒരു വാഹനമാണ്. AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിന്ന് വെറും 29,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിന്ന് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. VXA ആയതുകൊണ്ട് തന്നെ മിഡിൽ ഓപ്ഷനാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, പിന്നെ സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ, നല്ലൊരു സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി കളറിൽ നിൽക്കുന്ന ഒരു സെലേരിയോ ഒരു ഓട്ടോമാറ്റിക് വാഹനം. എസ്പെഷ്യലി ലേഡീസിന് പറ്റിയൊരു കളറാണ് ഈ ഒരു കളർ. ഇത് അല്ലെങ്കിൽ റെഡ് ഒക്കെ ലേഡീസ് കളറാണ്. അപ്പോൾ ലേഡീസ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. വില വരുന്നത് 4,30,000 രൂപയാണ് ഇതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് നമുക്കൊരു 4 ലക്ഷം അല്ലെങ്കിൽ 3,75, 3,80 വരെയൊക്കെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി. ഏകദേശം 8 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല വിശാലമായിട്ട് യാത്രാ കംഫർട്ട് വേണ്ടവർക്ക് പറ്റിയൊരു വാഹനമാണ് മാരുതിയുടെ SX4. നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. 2010 മോഡൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള ZXA എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് വരുന്ന വാഹനമാണിത്. പെട്രോൾ ഒരു 12-13 റേഞ്ചിൽ നിങ്ങൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇത് 1.6 എഞ്ചിൻ വരുന്ന നല്ല പെർഫോമൻസ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. അതനുസരിച്ച് മൈലേജ് കുറയും. അത് മാത്രം തന്നെ ഇതിൽ പോരായ്മുള്ളൂ. പക്ഷേ വാഹനത്തിൽ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കയ്യും കാലൊക്കെ നീട്ടി വെച്ച് യാത്ര ചെയ്യാൻ പറ്റും. ചെറിയൊരു ബഡ്ജറ്റിൽ അപ്പോൾ ഇത്തരം വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് 2010 മോഡൽ വരുന്ന മാരുതിയുടെ SX4. സാധാരണ ഇതിലൊരു അൾട്ടോൻ്റെ പ്രൈസിൽ നമുക്ക് ഇത്ര നല്ലൊരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഉള്ളൊരു വാഹനം സ്വന്തമാക്കാം. വില വരുന്നത് വെറും 1,45,000 രൂപ. 1,45 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2010 മോഡൽ ZXA ഏറ്റവും ഫുൾ ലോഡ് SX4 വാഹനം KL41 ആലുവ രജിസ്ട്രേഷനിൽ നിന്ന് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അലോയ്സ് വന്നിട്ടുണ്ട്. ZXA ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന പെട്രോൾ അടിക്കാൻ മൈലേജ് കുറവാണെങ്കിൽ പെട്രോൾ അടിച്ച് ഓടിക്കാൻ തയ്യാറുള്ളവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. 1,45 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഫിനാൻസ് കാര്യങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു 80-90 രൂപ, 1 രൂപ വരെ നമുക്ക് മാക്സിമം ഫിനാൻസും ചെയ്യാൻ നോക്കാം. അത് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. 1,45 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു സെഡാൻ വാഹനമാണ്. ഹോണ്ട സിറ്റി 2016 മോഡൽ SV വേരിയന്റ് വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 88,000 കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിനിൽ KL41 ആലുവ രജിസ്ട്രേഷനിൽ നിന്ന് മറ്റൊരു വാഹനമാണിത്. ഹോണ്ട സിറ്റി പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 14-15 ഉള്ളിൽ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കണ്ട. പെട്രോൾ അടിക്കുക, ഓയിൽ മാറ്റി ഓടിക്കുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പണികൾ കാര്യങ്ങൾ ഒന്നും തന്നെ വരാത്തൊരു വാഹനമാണിത്. 2016 മോഡലിൻ്റെ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,25,000 രൂപയ്ക്ക്. ഇതിനകത്ത് നമുക്ക് മാക്സിമം ഒരു 5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം ലഭിക്കും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലാണ് ഇത് EMI വരുന്നത്. SV എന്നുള്ള വേരിയൻ്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന സഡാൻ വാഹനങ്ങൾ, ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണിത്. 5,25 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം മൈലേജ് നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണിത്. മൈലേജ് വേണോ എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 2018 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VD വേണ്ടിയ വാഹനം. സഡാൻ വാഹനമാണ്. ഡീസൽ എഞ്ചിൻ ഇത് വാഹനം ആയതുകൊണ്ട് തന്നെ 20-25 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. സിംഗിൾ ഓണർഷിപ്പിൽ 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള
KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിന്ന് നല്ലൊരു അടിപൊളി വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. വീഡിയോ ആയതുകൊണ്ട് തന്നെ മിഡിൽ ഓപ്ഷൻ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, സ്റ്റിയറിംഗ് കൺട്രോൾ, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ വാഹനം, അത്യാവശ്യം മൈലേജ് ഉള്ളതുകൊണ്ട് ലോങ് ഡ്രൈവിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. വാഹനത്തിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് 6,10,000 രൂപയാണ്. ഒരു 5,50,000 വരെ നമുക്ക് അതിനകത്ത് ഫിനാൻസ് ഓഫർ ലഭിക്കും. 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 13 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. ഇനി ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ പൈസ ഇല്ല, പക്ഷേ മാസം EMI അടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അത്രക്കാർക്ക് പറ്റിയൊരു വാഹനമാണ് 2019 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ നിയോസ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആസ്റ്റ വരുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ആസ്റ്റ എന്നുള്ള പേരിൻ്റെ അതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊജക്റ്റീവ് ഹെഡ് ലാമ്പ്, പിന്നെ ഫോഗ് ലാംപ്സ്, ഡയലൈറ്റ് റണ്ണിംഗ് ലാമ്പ്, പിന്നെ അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് A to Z ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള ഒരു കിഡിലൻ വാഹനം സ്വന്തമാക്കാം. വില വരുന്നത് വെറും 4,80,000 രൂപ. ചെറിയ നെഗറ്റീവ് ഉണ്ട്, വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട്, ഒരു ഫ്രണ്ട് റൂം റീപ്ലേസ് ഉണ്ട് എന്നുള്ളൊരു നെഗറ്റീവ് കൊണ്ടാണ് ഈ പ്രൈസ് വ്യത്യാസം വന്നുള്ളത്. സാധാരണ ഇതിൽ 2019 ആസ്റ്റൊക്കെയാണെങ്കിൽ എങ്ങനെയാലും ഒരു 5,000 മുകളിൽ പ്രൈസ് വരുന്ന വാഹനമാണ്. 4,80,000 ഈ ചെറിയ നെഗറ്റീവ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്, PDF കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വേണ്ടവർ വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്താൽ മതി. ഹിസ്റ്ററിയുടെ PDF കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 4,80,000 ആണ് ഇതിന് പിന്നെ പ്രൈസ് വരുന്നത്. 4,80,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷത്തേക്കായിരിക്കും ഇതിന് EMI വരുന്നത്. ഏകദേശം ഒരു 11 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനമാണ് 2014 മോഡൽ എത്തിയോസ് ക്രോസ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 62,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള KL05 കോട്ടയം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 13-14 റേഞ്ചിൽ നിങ്ങൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. 15 താഴേക്ക് മാത്രമേ മൈലേജ് കിട്ടുള്ളൂ. 1.2 ലിറ്ററിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഒരു മെയിൻ്റനൻസും വരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം, ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടിരുന്നല്ലാതെ അഡീഷണലി വരുന്ന കുറേ മെയിൻ്റനൻസുകളുണ്ട്. അതൊന്നും ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. അത് ടയോട്ട എന്നുള്ള ബ്രാൻഡിൻ്റെ പ്രത്യേകതയാണ്. 2014 മോഡൽ G എന്നുള്ള വേണ്ടിയിരുന്ന വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണിത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന എത്തിയോസ് ക്രോസ് ടൈപ്പ് ക്രോസിൽ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ബമ്പറിലൊക്കെ ആ സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,45,000 രൂപയ്ക്ക്. ഒരു 4 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 4 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഓട്ടോമാറ്റിക്കൽ സൺറൂഫ് വരുന്നൊരു വാഹനം, അതും 0 ഡൗൺ പേയ്മെൻറ്റ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനമാണ് ഇത്. 2015 മോഡൽ ഹോണ്ട സിറ്റി VX പെട്രോൾ എഞ്ചിനിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. KL24 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 1 lakh കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഓഡോമീറ്റർ ടാമ്പേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം 0 ഡൗൺ പേയ്മെൻറ്റിൽ. VX പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യം നിങ്ങളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. VX എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സൺറൂഫ് അടക്കം വരുന്ന വാഹനം, അലോയ്സ്, പുഷ്പട്ടം സ്റ്റാർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു പെട്രോൾ വാഹനമാണിത്. വില വരുന്നത് വെറും 4,75,000 രൂപ. 4,75,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഇനി ഒരു ലോ ബഡ്ജറ്റ് വാഹനം നിങ്ങൾ അന്വേഷിക്കുന്നത്, നിങ്ങൾ 20ൻ്റെ മുകളിൽ പെട്രോൾ മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ഡാറ്റ്സൺ റെഡിഗോ 2017 മോഡൽ റെഡിഗോ T ഓപ്ഷനിൽ എന്നുള്ള വേരിയൻ്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 48,000 കിലോമീറ്റർ ഓടിയുള്ള 800 cc വരുന്ന വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ ഒരു 20 to 22 കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കുന്ന KL5 കോട്ടയം രജിസ്ട്രേഷനിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാം വെറും 1,95,000 രൂപയ്ക്ക്. ഇതിനകത്തും ഒരു 1,80,000 വരെ ലോൺ സൗകര്യം ലഭിക്കും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു ചെറിയൊരു വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന, അത്യാവശ്യം പിന്നെ പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന ഒരു വാഹനം. വെറും 1,95,000 നിങ്ങൾ സ്വന്തമാക്കാം. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഒരു 4 സംതിങ് റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി വാഹനങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ ഷോർട്ടായിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നിങ്ങൾക്ക് വാഹനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഷോർട്ട് ആക്കണം, വാഹനങ്ങൾ കൂടുതൽ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയാം. നമ്മുടെ വീഡിയോയിൽ ഈ രീതിയിൽ പറഞ്ഞാൽ മതി. അത് നമ്മൾ പഴയ രീതിയിൽ ബോണറ്റും എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ ചെയ്തു തരേണ്ടത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ വാട്സ്ആപ്പ് കാറ്റലോഗിനകത്തുണ്ട്. വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഡയറക്റ്റ് വിളിക്കുക. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്ന കംപ്ലീറ്റ് വാഹനത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. എല്ലാ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ വാഹന വിഷയം മറ്റൊരു വീഡിയോ വീണ്ടും ബൈ.